എറണാകുളം പറവൂർ നഗരസഭയിൽ ആധാരങ്ങൾ കാണാനില്ലെന്ന് പരാതി. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമികളുടെ ആധാരങ്ങളാണ് കാണാതായത്. നഗരസഭ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ അടക്കം രേഖകൾ നഷ്ടപ്പെട്ടതായി സെക്രട്ടറി അറിയിച്ചു. കൗൺസിലർ ജോബി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുന്നുണ്ട് തത്സമയം. അലി, വളരെ വിചിത്രമായ ഒരു പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആധാരങ്ങൾ, അതായത് നഗരസഭാ കെട്ടിടത്തിന്റെ അടക്കം ആധാരം കാണുന്നില്ല എന്ന് പറയുന്നു. ആരാണ് ഈ ആധാരങ്ങൾ എടുത്തുകൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ നഗരസഭയ്ക്ക്? വിനിൽ പറഞ്ഞതുപോലെ വളരെ വിചിത്രമായൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂർ നഗരസഭയ്ക്ക് മുന്നിലാണ്. പറവൂർ നഗരസഭയുടെ കൈവശം ഉണ്ടായിരുന്ന ആധാരങ്ങളാണ് ഇപ്പോൾ കാണാനില്ല എന്ന വിവരം പുറത്തു വരുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഈ നഗരസഭാ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ അടക്കം ആധാരം കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൌൺസിലർമാർ പലയാവർത്തി ചോദ്യം ഉന്നയിച്ചിട്ടും കൃത്യമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന വലിയ ഗുരുതരമായ ആരോപണമാണ് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ആധാരങ്ങൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൌൺസിലർ കൂടിയായിട്ടുള്ള ജോബി ഇപ്പോൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നത്. ഈ ആധാരങ്ങൾ, കാണാതായ ആധാരങ്ങളുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുന്ന മറുപടി, അദ്ദേഹം സെക്രട്ടറിയെ ചാർജ് എടുത്തിട്ട് 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം ചാർജ് എടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള രേഖകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്ന മുൻ സെക്രട്ടറിയോ മറ്റു ഉദ്യോഗസ്ഥരോ കൈമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ധാരണയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ജോബിയിലേക്ക് പോവാം. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ആവശ്യം? നമ്മുടെ പറവൂർ നഗരസഭയുടെ ഏതാണ്ട് 500 കോടി രൂപയ്ക്ക് മേൽ വിലമതിക്കുന്ന വസ്തുവകകളുടെ ആധാരങ്ങൾ കാണാനില്ല എന്നാണ് മുനിസിപ്പൽ സെക്രട്ടറി കൌൺസിൽ യോഗത്തിൽ എന്റെ ചോദ്യത്തിന് മറുപടി നൽകിയത്. അപ്പൊ ആധാരങ്ങൾ എങ്ങനെയാ 1-2 രൂപയുടെയല്ല, ഈ പറവൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മുഴുവൻ വസ്തുവകകളുടെയും വലിയ തുക വില വരുന്ന ഈ ആധാരങ്ങളൊക്കെ എങ്ങോട്ട് പോയി എന്നന്വേഷിക്കാനുള്ള ബാധ്യതയില്ലേ? നിരന്തരമായി 5 മാസക്കാലം മുമ്പാണ് ഞാനത് ചോദിക്കുന്നത്. ഇന്നിപ്പോ 2023 9 മാസത്തെ കൌൺസിലിലെ എന്റെ ചോദ്യത്തിന് ഇന്നിപ്പോ 2024 മാർച്ച് മാസം 1 തീയതിയിലെ കൌൺസിലിലെ എന്റെ ചോദ്യത്തിനും ഒരേ മറുപടിയാണ്: കാണാനില്ല, കാണാനില്ല, കാണാനില്ല. ഇപ്പോൾ ഏത് നിലയിലുള്ള അന്വേഷണമാണ് ഈ വിഷയത്തിൽ താങ്കൾ ആവശ്യപ്പെടുന്നത്? ഞാൻ ആവശ്യപ്പെടുന്നത്, ഇവിടെ ഒരു ദുരൂഹമായ സ്ഥിതി നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം പറവൂർ നഗരസഭയുടെ ഹൃദയഭാഗത്തുള്ള ഒരു ബാർ ഹോട്ടൽ ഉടമ പറവൂർ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഭൂമിയുടെ ചുറ്റുമതിൽ ഉയരം കുറച്ച് അദ്ദേഹത്തിന്റെ ബാറിലേക്ക് കയറി ചെല്ലാവുന്ന രീതിയിൽ പൊളിച്ചുമാറ്റി. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ കൌൺസിലിൽ പരാതി നൽകി. കൌൺസിൽ പോലീസിൽ പരാതി നൽകാൻ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ സെക്രട്ടറി പോലീസിൽ പരാതി നൽകി. പക്ഷെ പോലീസിൽ പരാതി നൽകിയപ്പോൾ ഈ ബാർ ഹോട്ടൽ ഉടമ പറയുന്നത് അത് എന്റെ മതിലാണ് എന്നാണ് പറയുന്നത്. നമുക്ക് തെളിവ് നൽകാൻ നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റുകളില്ല. പല മേഖലകളിലും നഗരസഭാ ഭൂമി കയ്യേറപ്പെടുന്നു. ഈ കയ്യേറപ്പെടുന്ന ഭൂമികൾ, ഈ സ്വകാര്യ വ്യക്തികൾ കയ്യേറപ്പെടുന്ന ഭൂമികൾക്ക് കുടപിടിക്കുന്ന ചില ആളുകളാണോ ഈ ആധാരം ഇവിടെ നിന്ന് മാറ്റിയതിന്റെ പിന്നിലെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ബിനിൽ, ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന കൌൺസിലർ ജോബി അടക്കം ആരോപിക്കുന്നത്. കാരണം നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ മുന്നോട്ട് വെക്കേണ്ട ഡാറ്റകളാണ് ഇത്തരത്തിൽ നഗരസഭയിൽ നിന്നും ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്ന വിചിത്രവാദം ഉയർന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഡാറ്റ, ഈ ആധാരങ്ങളടക്കമുള്ള ഡാറ്റ എവിടെ പോയി എന്ന് കണ്ടെത്തുന്നതുവരെ തന്റെ പ്രതിഷേധം തുടരുമെന്നാണ് ഇപ്പോൾ ജോബി അറിയിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നഗരസഭയുടെ അടക്കം വിശദീകരണങ്ങൾ എത്രയും ഉടൻ തന്നെ പുറത്തു വരേണ്ടതുണ്ട്. ബിനിൽ.